അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവി ജവനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 3 ബുധനാഴ്ച. അടുത്ത 20 വർഷവും NDA സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷം രാജ്യം ഭരിച്ചുവെന്നും വരുന്ന 5 വർഷം കൊണ്ട് ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പോരാട്ടമായിരിക്കുമെന്നും മോദി രാജ്യസഭയിൽ പറഞ്ഞു. അതേസമയം മോദി കള്ളം പറയുന്നത് നിർത്തണമെന്നും പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന ജോലി സമ്മർദ്ദം കാരണമുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച് സേനയെ നവീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥ് നിർദ്ദേശം നൽകിയത്. കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസിൽ പെൺകുട്ടികളടക്കം നേരിടുന്നത് SFIയുടെ നിരന്തര റാഗിംഗെന്ന് MA മലയാളം വിദ്യാർത്ഥിയും ചൊവ്വാഴ്ച രാത്രി SFIക്കാരിൽ നിന്നും മർദ്ദനമേൽക്കുകയും ചെയ്ത സാൻജോസ് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് തന്നെ ആക്രമിച്ചതെന്നും ശ്വാസം കിട്ടാതെ പിടഞ്ഞെന്നും കഴുത്തിലെ പിടി വിട്ടില്ലെന്നും സാൻജോസ് പറഞ്ഞു. ഹോസ്റ്റലിനകത്ത് ഇടിമുറിയുണ്ടെന്നും സെക്യൂരിറ്റി നിർജീവമാണെന്നും അധ്യാപകരിൽ പലരും SFIക്ക് പിന്തുണയാണെന്നും സാൻജോസ് വെളിപ്പെടുത്തി. ആക്രമണവും റാഗിംഗും നേരിട്ടപ്പോൾ പൂക്കോട് വെറ്ററിനറി കോളേജിലെ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥനായിരുന്നു മനസ്സിലെന്നും സാൻജോസ് കൂട്ടിച്ചേർത്തു. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിൽ KSU ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കോളേജിലെ MA മലയാളം വിദ്യാർത്ഥിയുമായ സാൻജോസിനെ ക്രൂരമായി മർദ്ദിച്ചതിലൂടെ SFI ക്രിമിനൽ സംഘത്തിന്റെ കാടത്തം വീണ്ടും പുറത്തുവന്നിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടും SFI ക്രിമിനലുകൾക്ക് ചോരക്കൊതി മാറുന്നില്ല. കുട്ടി ക്രിമിനലുകളുടെ കൂട്ടമായി SFI ക്യാമ്പസുകളിൽ തുടരുന്നത് ഇനിയും അനുവദിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സാൻജോസിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ MLAമാരായ M. വിൻസെന്റും ചാണ്ടി ഉമ്മനും ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച SFI ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും ക്രിമിനലുകൾക്ക് കുടപിടിക്കുന്ന അടിമകളുടെ സംഘമായി കേരള പോലീസ് അധപതിക്കരുതെന്നും സതീശൻ പറഞ്ഞു. SFI ക്രിമിനലുകളെ നിലയ്ക്ക് നിർത്താൻ CPM തയ്യാറാകണമെന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ. അധ്യാപകന്റെ കാൽ വെട്ടുമെന്ന് പരസ്യമായി ഭീഷണി മുഴക്കുകയും ക്യാമ്പസുകളിൽ അക്രമങ്ങൾ നടത്തുകയും നിരപരാധികളായ വിദ്യാർത്ഥികളെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കുട്ടി സഖാക്കളെ സംരക്ഷിക്കുന്നതിലൂടെ CPM ഭാവിയിലേക്കുള്ള കൊട്ടേഷൻ സംഘത്തെ വാർത്തെടുക്കുകയാണെന്നും സുധാകരൻ പറഞ്ഞു. SFIക്ക് സ്വാധീനമുള്ള കലാലയങ്ങളിൽ ഇടിമുറികൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിന് ഇടതനുകൂലികളായ അധ്യാപകരുടെ സഹായവും ലഭിക്കുന്നുണ്ടെന്നും സുധാകരൻ ആരോപിച്ചു. SFI പ്രവർത്തിക്കുന്നത് ഭീകര സംഘടനകളെ പോലെയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ക്യാമ്പസുകളിൽ SFI ഗുണ്ടായിസം വ്യാപിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയും CPMും SFI ക്രിമിനലുകളെ സംരക്ഷിക്കുന്നു. പാർട്ടി തകർന്ന് തരിപ്പണമായിട്ടും CPM പാഠം പഠിച്ചിട്ടില്ല. തെറ്റുതിരുത്താനും അവർ തയ്യാറല്ല. മുഖ്യമന്ത്രി മൌനം വെടിയണം. അല്പമെങ്കിലും ആത്മാർത്ഥത ആഭ്യന്തരമന്ത്രിയെന്ന നിലയിലുണ്ടെങ്കിൽ കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പലിനെ ആക്രമിച്ച കൊടും കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. SFI പ്രവർത്തകർ KSU തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സാൻജോസിനെ കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിലിട്ട് മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ രജിസ്ട്രാർക്ക് കേരള സർവകലാശാല വൈസ് ചാൻസലർ നിർദ്ദേശം നൽകി. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് MLAമാരായ ചാണ്ടി ഉമ്മൻ, M. വിൻസെന്റ് എന്നിവർക്കെതിരെ കേസെടുത്ത് പോലീസ്. കൂടാതെ 20 KSU പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പോലീസുകാരന് നേർക്ക് കല്ലെറിഞ്ഞെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും FIRൽ പറയുന്നു. കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിന്റെ തുടർച്ചയായി MLAമാരുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രിയിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു. കൊയിലാണ്ടി ഗുരുദേവ കോളേജിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 4 SFI പ്രവർത്തകരെ സസ്പെൻഡ് ചെയ്തു. 2ാം വർഷ BBA വിദ്യാർത്ഥി തേജു സുനിൽ, 3ാം വർഷ BBA വിദ്യാർത്ഥി തേജു ലക്ഷ്മി, 2ാം വർഷ BCom വിദ്യാർത്ഥി അമൽ രാജ്,
3ാം വർഷ സൈക്കോളജി വിദ്യാർത്ഥി അഭിഷേക് സന്തോഷ് എന്നിവരെയാണ് പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്തത്. സംഘർഷമുണ്ടായ ദിവസം SFIയുടെ ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമായി പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്കാണ് സസ്പെൻഷൻ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. സ്കൂൾ കായികമേളയിൽ വലിയ പരിഷ്കാരങ്ങൾ വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇനി മുതൽ സ്കൂൾ ഒളിമ്പിക്സ് 4 വർഷത്തിലൊരിക്കൽ വിപുലമായ പരിപാടിയായി നടത്തും. എല്ലാ വർഷവും കായികമേള നടക്കും. ഈ വർഷത്തെ സ്കൂൾ കലോത്സവം ഡിസംബറിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കും. കലോത്സവത്തിന്റെ പുതുക്കിയ മാനുവൽ പ്രകാരമായിരിക്കും നടത്തുന്നത്. ഇത്തവണ കലകളും മത്സര ഇനമാവുമെന്ന് മന്ത്രി വ്യക്തമാക്കി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തിനോട് പിന്നീട് പ്രതികരിക്കാമെന്ന് CPM നേതാവ് EP ജയരാജൻ. എന്നാൽ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞതാണോ എന്ന് ബിനോയ് വിശ്വത്തോട് ചോദിക്കണമെന്നും EP ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പെരിയാർ തീരത്തെ വ്യവസായ സ്ഥാപനങ്ങളുടെ പട്ടിക നൽകാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഏലൂരിൽ എന്തുകൊണ്ടാണ് ആരോഗ്യ സർവേ നടത്താത്തതെന്നും ഹൈക്കോടതി ചോദിച്ചു. 2008 ഏലൂർ മേഖലയിൽ ആരോഗ്യ സർവേ നടത്തിയിരുന്നു. പ്രദേശത്ത് മലിനീകരണം തുടരുന്നതിനാൽ വീണ്ടും ആരോഗ്യ സർവേ നടത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ നിർത്തിവെക്കണമെന്ന മാണി സി കാപ്പന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാതെയാണ് വിചാരണ കോടതിയുടെ നടപടി എന്നായിരുന്നു മാണി സി കാപ്പന്റെ ഹർജി. എന്നാൽ പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കും എന്നതിന് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സിനിമാ സംബന്ധിയായ പരിപാടികൾ കവർ ചെയ്യുന്ന ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കാൻ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അഭിനേതാക്കളോട് മോശമായ രീതിയിൽ പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതും മരണവീട്ടിൽ പോലും താരങ്ങളെ ക്യാമറയുമായി പിന്തുടരുന്നതും അടക്കമുള്ള സമീപനമാണ് നിർമ്മാതാക്കൾ വിമർശനാത്മകമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചലച്ചിത്ര മേഖലയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയ്ക്ക് കത്ത് നൽകി. ഈ വർഷത്തെ ശ്രീകുമാരൻ തമ്പി ഫൌണ്ടേഷൻ പുരസ്കാരം മോഹൻലാലിനെ. അഭിനയ മേഖലയിലെ മികവിനാണ് പുരസ്കാരം. ഓഗസ്റ്റ് 31 മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിനെ അവാർഡ് സമ്മാനിക്കും. K. ജയകുമാർ, പ്രഭാവർമ്മ, പ്രിയദർശൻ എന്നിവർ അടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. 1 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ശനിയാഴ്ചകളിലും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചതായി സൂചന. തീർപ്പ് കൽപ്പിക്കാത്ത ലൈസൻസ് അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വേഗത്തിലാക്കാനാണ് ഈ പുതിയ നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ. വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളുടെ വ്യാജ അറ്റസ്റ്റേഷനുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്നതിന് കേന്ദ്ര കേരള ഗവൺമെന്റുകൾ അധികാരപ്പെടുത്തിയിട്ടുള്ള ഏക സ്ഥാപനമാണ് നോർക്ക റൂട്ട്സ്. ഏജൻസികളും ഇടനിലക്കാരും വഴി ഇത്തരത്തിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. ഇക്കാര്യത്തിൽ ഉദ്യോഗാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഇതിലും നല്ലത് ബസ്സിൽ പോകുന്നതായിരുന്നു. ഇന്നോവ ക്രിസ്റ്റ വരും. അതെ, 17 പേർക്കാണ് ഇന്നോവ ക്രിസ്റ്റ കിട്ടാൻ പോകുന്നത്. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. പിന്നെ ആദ്യ സീരീസിൽ 170 പേർക്ക് ഐഫോണും. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉന്നയിച്ച് നാളെ രാജ്യവ്യാപകമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കുമെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു. SFI, AISF, ഐസ തുടങ്ങിയ സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തത്. നീറ്റ്, നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നുമാണ് ആവശ്യം. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തും. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തുക, നരേന്ദ്രമോദി സർക്കാർ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തുക, നീറ്റ്, നെറ്റ് പരീക്ഷകളുടെ ക്രമക്കേട് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. NSU, AISF, AISA, സമാജ്വാദി ഛാത്രസഭ, SFI, MSF എന്നീ പ്രതിപക്ഷ വിദ്യാർത്ഥി യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് മാർച്ച്.
എന്നാൽ മാർച്ചിന് ദില്ലി പോലീസ് അനുമതി നൽകിയിട്ടില്ല. വിദ്യാഭ്യാസം സംസ്ഥാന വിഷയങ്ങളുടെ പട്ടികയിലാക്കണമെന്ന് നടനും തമിഴക വെട്രി കഴകം അധ്യക്ഷനുമായ വിജയ്. നീറ്റിന്റെ വിശ്വാസ്യത നഷ്ടമായെന്നും നീറ്റ് സംസ്ഥാനങ്ങളുടെ അവകാശത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്നും വിജയ് പറഞ്ഞു. വിവാദമായ നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നും തമിഴ്നാട്ടിലെ ജനങ്ങളുടെ വികാരം മാനിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മതസംഘടനകൾ നടത്തുന്ന മതപരിവർത്തനം ഉടൻ തടഞ്ഞില്ലെങ്കിൽ രാജ്യത്തെ ന്യൂനപക്ഷം ഭൂരിപക്ഷമായി മാറുമെന്ന് അലഹബാദ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. മതപരിവർത്തനം തടഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ഭൂരിപക്ഷ വിഭാഗം ന്യൂനപക്ഷമാകുമെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ കൈലാഷ് എന്നയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു കോടതി. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ വീണ്ടും അധികാരമേൽക്കും. ഇന്ന് ചേർന്ന നിയമസഭാ കക്ഷിയോഗത്തിലാണ് തീരുമാനം. ചമ്പൈ സോറൻ സ്ഥാനമൊഴിയും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹേമന്ത് സോറൻ ഇ ഡി കേസിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ജെഎംഎം നിർണായക തീരുമാനം എടുത്തത്. ഉത്തർപ്രദേശിലെ ഹാത്രസിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 130ആയി. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ദുരന്തത്തിന് പിന്നാലെ പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ഭോലെ ബാബ ഒളിവിൽ പോയെന്നാണ് വിവരം. ഇയാളെ കണ്ടെത്താനായി അന്വേഷണം തുടരുകയാണ്. ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ നടന്ന പരിപാടിയിൽ അനുവദിച്ചതിലുമധികം പേർ പങ്കെടുത്തെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. UAPA കേസിൽ ജയിലിൽ കിടക്കുന്ന എംപിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ പരോൾ അനുവദിച്ച് കോടതി. ബാരാമുള്ളയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഷെയ്ഖ് അബ്ദുൾ റാഷിദിനാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ 2 മണിക്കൂർ പരോൾ അനുവദിച്ചത്. നിലവിൽ ഇദ്ദേഹം തിഹാർ ജയിലിലാണ് കഴിയുന്നത്. ജൂലൈ 5-നാണ് സത്യപ്രതിജ്ഞ. ഗ്വാട്ടിമാലയുടെ അതിർത്തിക്കടുത്തുള്ള തെക്കൻ മെക്സിക്കൻ സംസ്ഥാനമായ ചിയാപാസിൽ ഉപേക്ഷിക്കപ്പെട്ട ട്രക്കിൽ 19 മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സ്റ്റേറ്റ് അറ്റോർണി ജനറൽ അറിയിച്ചു. 5 മൃതദേഹങ്ങളിൽ വെടിയേറ്റ മുറിവുകളുണ്ടെന്നും എല്ലാവരും കറുത്ത വസ്ത്രങ്ങളണിഞ്ഞ ആയുധധാരികളായിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു. മയക്കുമരുന്ന് കാർട്ടലുകൾ തമ്മിലുള്ള ആക്രമണമാണ് മരണത്തിന് കാരണമെന്ന് മെക്സിക്കൻ പ്രസിഡന്റ് ആന്ദ്രേസ് മാനുവൽ ലോപ്പസ് ഒബ്രഡോർ പറഞ്ഞു. കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പ് ഡിയിലെ അവസാന റൌണ്ട് പോരാട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ച് കൊളംബിയ. ഇതോടെ 3 കളികളിൽ നിന്ന് 7 പോയിന്റുമായി ഗ്രൂപ്പ് ജേതാക്കളായി കൊളംബിയ ക്വാർട്ടറിൽ കടന്നു. 5 പോയിന്റുള്ള ബ്രസീൽ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരായി ക്വാർട്ടറിലെത്തി. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ കോസ്റ്ററിക്ക 1-2 ഗോളുകൾക്ക് പരഗ്വായെ കീഴടക്കിയെങ്കിലും ഇരു ടീമുകളും ക്വാർട്ടർ കാണാതെ പുറത്തായി. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിച്ചതോടെ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് കളമൊരുങ്ങി. ജൂലൈ 5-ന് ആദ്യ ക്വാർട്ടറിൽ അർജന്റീന ഇക്വഡോറിനെയും ജൂലൈ 6-ന് വെനസ്വേല കാനഡയെയും നേരിടും. ജൂലൈ 7-ന് കൊളംബിയയും പനാമയും 3ാം ക്വാർട്ടറിൽ ഏറ്റുമുട്ടുമ്പോൾ അവസാന ക്വാർട്ടറിൽ ബ്രസീലിനെ കരുത്തരായ യുറുഗ്വായാണ് എതിരാളികൾ. ജൂലൈ 10, 11 തീയതികളിലാണ് സെമി ഫൈനൽ മത്സരങ്ങൾ. ജൂലൈ 14-ാം തീയതിയാണ് ഫൈനൽ പോരാട്ടം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.